ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോൾ തന്നെ എൻ്റെ മോളെ കഷങ്കാടലേ മൂടാവുന്നേ എന്ന് പറഞ്ഞുള്ള കമന്റുകൾ വരുമ്പോഴാണ് എൻ്റെ കഷത്തിന് ഇത്ര ഡിമാൻഡോ. എന്താണ് ഈ കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം? കഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ അതുവരെ, ഞാനിടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ ക്യൂവാ. എന്താ ചെയ്യുക? ഒരു കോടീശ്വരിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ നിമിഷ ബിജോ പുള്ളിക്കാരെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം യൂട്യൂബിലേക്കാൾ അത്യാവശ്യം ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമൊന്നുമില്ല. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഈ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് സ്വന്തം കക്ഷം കാണിച്ച് ഫേമസ് ആയ ആളാണ് ഈ പറയുന്ന നിമിഷ ബിജോ. തന്റെ കക്ഷത്തിന് ഭയങ്കര ഡിമാൻഡ് ആണെന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത്. ദിവസം യൂട്യൂബിൽ വന്ന് സ്വന്തം കക്ഷം കാണിച്ച് മാസം ചേച്ചി സമ്പാദിക്കുന്നത് 3 ലക്ഷം റുപ്യാണ്. എത്രയാണ് 3 ലക്ഷം? അത്രത്തോളം വൺ ഡിമാൻഡ് ആണ് ചേച്ചിയുടെ കക്ഷത്തിന് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ യൂട്യൂബിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ പോലെ തന്നെ. അതായത് ചേച്ചി അപ്ലോഡ് ചെയ്യുന്ന ചില വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേച്ചിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം. അതിനായി ചേച്ചി ഓരോ മാസവും ചാർജ് ചെയ്യുന്നത് 300-400 റുപ്യക്കാണ്. ആ പൈസ അടിച്ചാൽ മാത്രമേ ചേച്ചിയുടെ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്തിട്ടാണ് ചേച്ചി ഇത്രത്തോളം വരുമാനം ഉണ്ടാക്കുന്നത്. എന്തായാലും കൊള്ളാല്ലേ, ചേച്ചിന്റെ കക്ഷം കാണാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കാണ്. ചേച്ചി ആണെങ്കിലോ വരുമാനത്തിന് വേണ്ടി ഇതെല്ലാം കാണിച്ചു തരാൻ തയ്യാറുമാണ്. കാലം പോയി പോക്ക് നോക്കണം നിങ്ങൾ. വെറുതെ അല്ല പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പെണ്ണൊരുമ്പെട്ടാൽ എന്തു നടക്കുന്നുള്ളത്. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണെന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ ഒരുമ്പെട്ട് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ആണുങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാളും 10-20 മിനിറ്റ് സമ്പാദിക്കാൻ കഴിയും. സ്വന്തം മാനവും മര്യാദയും മാറ്റിവെക്കാൻ തയ്യാറായാൽ മാത്രം മതി. എന്തായാലും ഞാൻ ഇപ്പം ചേച്ചിയെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ റീസെന്റ് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. ഏതോ മൈ മീഡിയ ഒറിജിനൽസ് എന്ന് പറഞ്ഞ ചാനൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. അതിൽ ചേച്ചി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കേട്ടപ്പോണ്ടല്ലോ തൊലിരിഞ്ഞു പോയി മക്കളെ. എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ചേച്ചി പറഞ്ഞെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. ആദ്യമായി ചേച്ചി രേണു സുധിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു കാര്യത്തിൽ പറഞ്ഞ നിമിഷ ബിജുവും രേണു സുധിയും തമ്മിൽ കട്ട ചങ്കുകളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് തമ്മിൽ തെറ്റി കേട്ടോ. എന്തായാലും ഈ രേണു സുധിയെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ നിമിഷ ബിജു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടോക്കി. പിന്നെ പുള്ളിക്കാരി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയല്ല. ഞാൻ പേഴ്സണലി കണ്ടേക്കുന്നതുകൊണ്ട് പകുതി മുക്കാൽ അഭിനയമാണ്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എവിടെ ചെന്നാലും രണ്ട് കാര്യം എന്താ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കൂട്ടുകാരെന്ന് വെച്ചാൽ അത്രയും ഒരു സൈബർ പുള്ളിങ് ഏറ്റൊരു വ്യക്തി എനിക്കറിയാം നന്നായിട്ട്. ഞാനിത് നേരിട്ടൊരാളാണല്ലോ. അപ്പോഴാണ് ഇവിടെ എന്നെ കോൺടാക്ട് ഇങ്ങോട്ട് ചെയ്തതാണ്. ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് സുചേട്ടൻ മരിച്ച സമയത്ത് ഇവിടെ എന്നെ കോൺടാക്ട് ചെയ്തതാണ്. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വളരെ ഉപകാരമുണ്ട്, നീ ഞാൻ ചെയ്ത് തന്നതിനൊക്കെ പറഞ്ഞ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു നമ്പർ തന്നു. ആ നമ്പർ പിന്നെ കുറച്ച് നാളായപ്പോൾ ആ നമ്പർ പോയി. പിന്നെ അതിന് ശേഷം വേറെ നമ്പർ തന്നു. അങ്ങനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ഈ പ്രോഗ്രാം അങ്ങോട്ടേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞു 2-ാം തീയതി. അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് ചാനലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫ് ഫുള്ളിങ്ങനെ ഓൺലൈൻ മീഡിയ വഴി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പോലും ഒരു ഫ്രീഡമോ ഒരു പ്രൈവസിയോ ഇല്ല. എല്ലാം തുറന്ന പുസ്തകം പോലെ. നമ്മുടെ ലൈഫ് ആണെങ്കിൽ നമുക്കൊരു പ്രൈവസി വേണം അല്ലേ. ഇത് ബെഡ്റൂമിൽ വരെ ക്യാമറമാരും അവരെ കുറ്റം പറയുന്നല്ല കേട്ടോ. അത് ചേച്ചിനെ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നില്ല അവരെ കുറ്റം പറയുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ജീവിതമാകുമ്പോൾ ഒരു പ്രൈവസി വേണം. ഇത് അവരുടെ ബെഡ്റൂമിൽ വരെ ക്യാമറമാൻമാരാണ് എന്നുള്ളതാണ് രേണു സുധിയെ കുറിച്ച് നിമിഷ ബിജോ ചേച്ചി പറഞ്ഞു വെക്കുന്നത് അല്ലേ. ആ പറഞ്ഞത് കറക്റ്റാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി ഈ പറയുന്ന ആളുടെ തന്നെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതൊന്നല്ല കേട്ടോ, ഇനിയും ഇങ്ങനത്തെ ഒരുപാട് വീഡിയോകളുണ്ട്. ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് കാണിക്കുന്നില്ല. സ്വന്തം ബെഡ്റൂമിൽ ക്യാമറ വെച്ച് നാട്ടുകാരെ കാണിക്കുന്ന ആളാണ്. അത് മുകളിൽ നിന്ന് താഴോട്ട് ക്യാമറ വെച്ച് നാട്ടുകാരെ കാണിക്കുന്ന ആളാണ്. രേണു സുധി സ്വന്തം ബെഡ്റൂമിലേക്ക് ക്യാമറാമാരെ വിളിച്ച് കയറ്റുന്നെന്നും പറഞ്ഞ് വിമർശിക്കുന്നത്. എല്ലാം നിമിഷ ചേച്ചി, നിങ്ങളും രേണു സുധിയും തമ്മിൽ എന്താണ് വ്യത്യാസം? രേണു സുധി പുറത്തുനിന്ന് ക്യാമറാമാരെ വിളിച്ച് അകത്തേക്ക് കയറ്റി വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു. നിങ്ങളാണെങ്കിലോ സ്വന്തം ബെഡ്റൂമിൽ സ്വന്തം വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് നാട്ടുകാരെ കാണിക്കുന്നു. രണ്ടാണെങ്കിലും ഒന്ന് തന്നെയല്ലേ ചെയ്യുന്നത്. എന്തായാലും ചേച്ചി ആള് കൊള്ളാലോ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇതൊന്നല്ലേ കേട്ടോ, ഇതൊക്കെ ചെറുത്. ഇനി ഇതിനേക്കാളും കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല കാര്യങ്ങളും ചേച്ചി സംസാരിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് ഓരോന്നോരോന്നായി കണ്ടുനോക്കാം. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പണ്ട് ഈ വേശ്യ പണി അല്ലെങ്കിൽ വേശ്യ സ്ത്രീകളാണ് കൂടുതലും ഈ മാറ് കാണിക്കുകയും വേറെ രീതിയിലൊക്കെ വസ്ത്രം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടുള്ളത്. ഇപ്പൊ അത് നോർമലൈസ് ചെയ്തു. നോർമലൈസ് ചെയ്യാനുള്ള കാരണം നിമിഷയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരാണ്? നിമിഷ അതായത് പണ്ട് വേശ്യാസ്ത്രീകളിലാണ് ഈ ക്ലീവേജ് കാണിക്കലും ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിമിഷയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിമിഷയുടെ ക്ലീവേജ് കാണിക്കുന്ന ഫോട്ടോസ് ഉണ്ട്, ബിക്കിനി ഫോട്ടോസ് ഉണ്ട്. താങ്കളൊരു മോഡൽ ആയതുകൊണ്ടാകുമ്പോൾ അത് ഇട്ടിട്ടുള്ളത്. പക്ഷെ ആൾക്കാരുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ വേശ്യപ്പണിക്ക് പോകുന്നത് താങ്കൾ കണ്ടു.
താങ്കൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്നെ ഏത് കുളത്തിലെ കണ്ടേ? ഇന്ന് കുലസ്ത്രീ അല്ലേ ഞാൻ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏത് ഡ്രസ് ഇട്ടാ വന്നത് അല്ലേ? അങ്ങനെ നമുക്ക് നോക്കിയാൽ പോരെ. അതെ, അങ്ങനെ നോക്കിയാൽ പോരെന്നൊക്കെ. അതായത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാറും കക്ഷവും കാണിച്ച ആളുകളെ വശീകരിക്കും. അത് വെച്ച് ചേച്ചി വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ചേച്ചി വേശ്യയല്ലേ കേട്ടോ. അതാണ് ചേച്ചിയുടെ നിലപാട്. ഇത് വല്ലാത്തൊരു നിലപാടായി പോയി ചേച്ചി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പണ്ടത്തെ കാലത്ത്, അതായത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് സ്വന്തം മാറും മുലയും കാണിച്ച് ആളുകളെ വശീകരിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. അവർക്ക് ആളുകൾ ഇട്ടുകൊടുത്ത പേരാണ് വേശ്യ എന്നുള്ളത്. ആക്ച്വലി അന്ന് അവർ ചെയ്ത പരിപാടിയൊക്കെ തന്നെയല്ലേ ഇന്ന് ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മാറും കച്ചയും വെച്ച് ആണുങ്ങളെ വശീകരിക്കുന്നു, അത് വെച്ച് വരുമാനം ഉണ്ടാക്കുന്നു. അപ്പൊ ചേച്ചി അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ചേച്ചി ഒരു ഓൺലൈൻ വേശ്യത്തരം തന്നെയാണ് ചെയ്യുന്നത്. അത് എത്ര ചേച്ചി നിഷേധിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ് ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ഇങ്ങനെയുള്ള ഇപ്പൊ വേശ്യ എന്നൊക്കെ വെച്ച് അതിനെ താരതമ്യമൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ നമ്മൾ മേടിക്കുന്ന ഒരു ഫോൺ, 4,000 രൂപയുടെ ഒരു ഫോൺ, അല്ലെങ്കിൽ പോട്ടെ 25,000 രൂപയുടെ ഒരു ഫോൺ നമ്മൾ മേടിക്കും. മിനിമം 10 രൂപ. 10 രൂപയുടെ ഫോൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഫോണിലുള്ള ആൾക്കാർ ഫോണൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ചാറ്റുന്നു, ഫേസ്ബുക്കിലൊക്കെ വല്ലപ്പോഴും ഫോട്ടോ ഇടുന്നു, പിന്നെ പല ആൾക്കാരെ വീഡിയോ കോൾ വിളിക്കുന്നു, പല ഫോൺ നമ്പറിൽ നിന്നിട്ട് ആ ഫോട്ടോ തരുമോ ഈ ഫോട്ടോ തരുമോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ആ ഫോണിന്റെ പൈസ മിക്കവാറും 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഞങ്ങൾ അതുണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഞാൻ എനിക്ക് എന്റെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട്. എന്നാലും ഒരു മാന്യമായെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു മാന്യതയുണ്ട്. എന്നാലും നല്ലൊരു ജോലി ചെയ്ത് എനിക്കൊരു ജോലി മേടിച്ചു തരുമോ? പക്ഷെ എനിക്കൊരു 3 ലക്ഷം 3.5 ലക്ഷം രൂപ സാലറി വരുന്ന, എനിക്ക് വെറും 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം, ഒരു 3 ലക്ഷം വരുന്ന ഒരു മാസം എനിക്ക് 3 ലക്ഷം രൂപ ചെലവുണ്ട്. 3 ലക്ഷം രൂപ വരുന്ന ഒരു ജോലി എനിക്ക് മേടിച്ചു തരുമോ? എനിക്ക് താൻ പറയുന്ന പോലെ ഞാൻ ഇന്ന് മുതൽ ലൈവും ഇല്ല, ഇന്ന് മുതൽ ഞാൻ ഫോട്ടോ ഇടുന്നില്ല, ഒന്നും. അതാണ്. അപ്പൊ ചേച്ചി ഇവിടെ പറയാതെ പറഞ്ഞു നോക്കുന്നത്, എല്ലാ മാസവും ചേച്ചി യൂട്യൂബ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്ത് മാത്രം ചേച്ചി സമ്പാദിക്കുന്നത് 3 ലക്ഷത്തോളം രൂപയാണ്. എത്രയാണ് 3 ലക്ഷത്തോളം റുപ്യ? വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ അതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ വായം തന്നെ നിങ്ങൾ അത് കേട്ടല്ലോ. അതാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്. ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇന്ന് കോടികൾ സമ്പാദിക്കുക, കോടികൾ. സ്വന്തം നാണോ മാനും മാറ്റി വെക്കാൻ തയ്യാറായ മാത്രം മതി. നിമിഷ വിജയ ചേച്ചിയെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി ഏതോ പർപ്പിൾ എന്ന് പറയുന്ന ഒരു ചേച്ചി എത്ര 70 ലക്ഷം റുപ്യത്തോളം മാസം സമ്പാദിക്കുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു നമ്മുടെ രേണുസുതി ചേച്ചി തന്നെ മാസം 3-4 ലക്ഷം രൂപ സമ്പാദിക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ വേശ്യാലയത്തിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. മറ്റേത് പ്രൊഫഷനും പറ്റും അല്ലേ ഇത്ര അനായാസമായിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ? എന്തായാലും ചേച്ചി ബാക്കി പറ. പക്ഷെ നിമിഷയെ പോലുള്ള നിമിഷ ഒരു ഇൻഫ്ലുവൻസർ ആണ്. നിമിഷയെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ള ആൾക്കാർ പോലും എന്തിനാ പഠിക്കുന്നത്? ഇപ്പൊ നിമിഷ പറഞ്ഞു എനിക്കൊരു 3 ലക്ഷം രൂപ ഇങ്ങനെ ചെയ്തുകൊണ്ട്, വെറും ലൈവും അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടുകൊണ്ട് എനിക്ക് 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നു നിമിഷ പറയുന്നു. ഇത് കണ്ടുകൊണ്ട് നാളെ ഒരു സ്ത്രീ ഞാനും ഇത് തുടങ്ങിയാലോ എന്നൊരു, ഞാൻ എന്നെ കണ്ടൊന്നുമല്ല തുടങ്ങിയേക്കുന്നത്, ഞാൻ പല ആൾക്കാരെ കണ്ടോണ്ടാണ് ഞാൻ തുടങ്ങിയേക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. ഞാൻ പറയാം, ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കാമവാഹിനി, രഹന ഫാത്തിമ ഫുൾ ബിക്കിനി മാത്രമേ പുള്ളിക്കാരി എടുത്തുള്ളൂ അല്ലേ? അല്ല വേറെ ഒരു ഡ്രസ്സ് ഞാൻ പുള്ളിക്കാരെ കണ്ടില്ല. പിന്നെ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സ് പല വെറൈറ്റി ബിക്കിനിയാണ് പുള്ളിക്കാരി ഇടുന്നത്. ഇതൊക്കെ ഞാനും ആസ്വദിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്. എനിക്ക് ഇടാൻ തോന്നുന്ന ഡ്രസ്സ് കംഫർട്ട് ആയത് ഞാൻ ഇടുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എനിക്കിപ്പോ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ്, എന്റെ മക്കള്, അച്ഛനമ്മ, ഇവരെന്റെ കൂടെ ഉള്ളവർത്തനം കാലം നാട്ടുകാരെ പറ്റി എനിക്ക് ചിന്തയേ ഇല്ല. ഹസ്ബൻഡ് ഒക്കെ ഇതിന് പൂർണ്ണ സപ്പോർട്ടാണല്ലേ? എങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കും? മാസം 3-3.5 ലക്ഷത്തോളം അല്ലേ സ്വന്തം ഭാര്യ കൊണ്ടുപോയി കൊടുക്കുന്നത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയില്ലല്ലോ. ഒരു കസാരയും വലിച്ചിട്ട് ഒരു ബാക്കി മിച്ചറും കഴിച്ച് കട്ടൻ ചായം കുടിച്ച് ടിവിയും കണ്ട് കുത്തിരുന്നാൽ മതിയല്ലോ. വീട്ടിലെ കംപ്ലീറ്റ് ചെലവും ഭാര്യ നോക്കിക്കോളും. ഭാര്യ അയച്ചു വിട്ടാൽ മാത്രം മതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നിമിഷ ബിജോക്ക് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാൻ നിമിഷയെക്കാളും ശുഷ്കാന്തി നിമിഷയുടെ ഭർത്താവിനാണ്. കാരണം ഇയാളാണ് ഇവളുടെ ചാനലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അത് നിമിഷ തന്നെ ഇന്റർവ്യൂവിൽ തുടർന്ന് പറയുന്നുണ്ട്. എന്ത് നല്ല ഭർത്താവ് അല്ലേ? ഭർത്താവായാലും ഇങ്ങനെ വേണം. സ്വന്തം ഭാര്യ കാഴ്ച വസ്തുവാക്കി മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഭർത്താവ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു ഭർത്താവിനെ കുറിച്ച്? അത് അങ്ങനെയും ചില ആളുകൾ ഇഷ്ടം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചേച്ചി ഒരു കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ഇടാൻ തോന്നുന്ന കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഞാൻ ഇടുന്നു എന്നുള്ളത്, അത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നു എന്നുള്ളത്. ഒരിക്കലും ചേച്ചി അങ്ങനെ പറയരുത്. കംഫർട്ട് നോക്കിയാണ് ചേച്ചി വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നതെങ്കിൽ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ചേച്ചി ഇന്റർവ്യൂവിൽ വന്നിരിക്കണം. ചേച്ചി ഇപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. പൂർണ്ണമായിട്ട് മറിച്ച് സാരി കൊടുത്തിട്ടല്ല വന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ചേച്ചി കംഫർട്ട് നോക്കിയല്ല വീഡിയോകളിൽ വസ്ത്രം ധരിക്കുന്നത് എന്നുള്ളത്. ചേച്ചിയുടെ ആവശ്യം എന്താണ്? സ്വന്തം കക്ഷവും മാറും കാണിച്ച ആളുകളെ അട്രാക്ട് ചെയ്യണം, അതുവഴി വരുമാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി ചേച്ചി ഒരമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു തരത്തിൽ നോക്കിയാൽ അതൊരു തരം സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് ജനങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുക. അതും വസ്ത്ര സ്വാതന്ത്ര്യം തമ്മിൽ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ചേച്ചി. അതുകൊണ്ട് ചേച്ചി വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊന്നും അധികം ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. ചേച്ചി ബാക്കി പറഞ്ഞാട്ടെന്തായാലും. നമ്മളിപ്പോ ഷക്കീൽ അമീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട്. അത് തന്നെയല്ല നിമിഷയ്ക്കും വരുന്നത്. സത്യത്തിൽ നിമിഷം അങ്ങനെയാണോ? ഞാൻ ഒരു വെടിയല്ല, ഞാനൊരു വെടിയല്ല. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ നീയും ചോദിച്ചു. എന്നോട് എന്റെ കമന്റ് ബോക്സിൽ ലൈവിൽ ഇരിക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, വെടിയാണോ വെടിയാണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത് അധികം വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ പറയും ഞാൻ വെടിയാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഒന്നിലും നമ്മൾ വെടിയാണെങ്കിൽ നമ്മൾ നടക്കുന്ന വഴികളിലോ വല്ല പാലാരിവട്ടം പോലെ സ്ഥലങ്ങളിലോ നമ്മളെ കാണണം, അല്ലെങ്കിൽ വല്ല ഹോട്ടൽ റൂമിലെ റെയ്ഡ് ചെയ്ത് എന്നെ പിടിക്കണം. ഇതൊന്നും എന്നെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ അതിന് വെടികളായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഉണ്ടോ? ഇപ്പൊ വെടികളായിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പെണ്ണ് വിചാരിച്ചാൽ? ഒരിക്കലും ഇല്ല. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നന്നായി ജീവിക്കണമെങ്കിൽ സ്വന്തം ശരീരം വിറ്റ് വെടികളായി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് യൂട്യൂബ് ലൈവ് ഓണാക്കുക, സ്വന്തം കക്ഷവും മാറും കാണിക്കുക. ലക്ഷങ്ങളാണ് വരുമാനം മക്കളെ, ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ കോടികൾ എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് സ്വന്തം ശരീരം വിറ്റ് വരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വേശ്യപ്പണിക്ക് പോകുന്നവരോടൊക്കെ വരുമാന സാധ്യത വർദ്ധിച്ചു എന്നുള്ളതാണ്. എന്തായാലും സോഷ്യൽ മീഡിയന്റെ ഒരു പോക്ക് നോക്കി നിങ്ങൾ ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ബിജു ചേട്ടൻ എങ്ങനെയാണ് ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിനോട് പറയുന്നത് നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്, നമുക്കൊരാൾ കൊണ്ടത്തെ ഒരു 100 ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാകത്തില്ല. ചീത്തപ്പേര് വന്നാലും എന്തൊക്കെ പലയായിട്ട് ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു സമയത്ത് അവർക്ക് തിരിച്ചു പറയാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സമയത്ത്, റീച്ചുള്ള സമയത്ത് 10 പൈസ ഉണ്ടാക്കിയാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർക്കാൻ പോയാൽ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ജോലി ചോദിക്കത്തില്ല. ജാതി ചോദിക്കുന്നുണ്ട് ചില സ്കൂളിൽ, അത് പറയുന്നില്ല. അപ്പോൾ ഏതാ ജോലിയും ചോദിക്കത്തില്ല, കയ്യിൽ പൈസ ഉണ്ടെന്നേ ചോദിക്കുള്ളൂ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെ സ്വന്തം നാണോ മാനും വിറ്റാലും വേണ്ടില്ല, പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള നിലപാടാണ് ചേച്ചി. അതുകൊണ്ടാണ് ചേച്ചി കഷ്ടപ്പെട്ട് ഓരോ ദിവസവും മാറും കച്ചവും ഒക്കെ കാണിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ചേച്ചിന്റെ ഭർത്താവായിട്ടുള്ള ബിജു ചേട്ടൻ ഇതിന് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. മൂപ്പര് മാക്സിമം പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലോണം പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം സമ്പാദിക്കണം പോലും ആര് ബിജു ചേട്ടൻ പറയാണ്. മൂപ്പർക്ക് നല്ല സുഖല്ലേ, വെച്ച നല്ലല്ലേ, ഇങ്ങനെ ഒരു അണങ്ങുണാഞ്ചം ഭർത്താവ് ഇഷ്ടം. ബാക്കി പറഞ്ഞാലും ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കാണാൻ ആളുള്ളതുകൊണ്ട് കാണിക്കാനാണെന്ന് മനസ്സിലായല്ലോ. ഇതല്ല നമ്മൾ വിചാരിക്കുന്ന നിമിഷമല്ല ശരിക്കുള്ള നിമിഷ. ഓക്കെ, ഇപ്പൊ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ മറക്കാനുള്ള അവയവങ്ങളൊക്കെ ഞാൻ മറച്ചിട്ടിടുന്നേ. ഇതുവരെ എന്നെ തുണിയില്ലാത്തൊരു ഫോട്ടോ ന്യൂഡായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വല്ല ഫോൺ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണ് ഇപ്പൊ അതിന്റെ ആവശ്യം? ഇവിടെ മാറും കച്ചും കാണിച്ചതിന് ചേച്ചിക്ക് മാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ നൂടായി നിൽക്കേണ്ട ആവശ്യം എന്തിനാണ്? തുണ്ട് വീഡിയോകൾ അഭിനയിക്കേണ്ട ആവശ്യം എന്തിനാണ്? അതിന്റെ ആവശ്യമേ ഇല്ല. എല്ലാത്തിനും ചേച്ചിക്ക് നല്ല വരുമാനമുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ചേച്ചിയുടെ ഭാഗം സമൂഹത്തിന് മുന്നിൽ ഒരു ഉപദേശം ഉണ്ട് മക്കളെ. അത് മാരക ഉപദേശമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. സ്ത്രീകൾ ഒന്നാമത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതറിയാമോ? അതെന്തൊക്കെയാണ് എന്ന് വെച്ചാല് എക്സ്ക്ലൂസീവ് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്നിട്ട് ആണുങ്ങൾ പല രീതിക്ക് സംസാരിക്കും. സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ഈ ഒരു ലൈഫ് അല്ലേ? അപ്പം പല രീതിക്ക് സംസാരിക്കുമ്പോൾ മയങ്ങാതിരിക്കുക ആണുങ്ങളുടെ മുന്നിൽ പെൺപിള്ളേർ. ഇത് പെൺപിള്ളേർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ട്രിപ്പ് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ വീട്ടുകാരെ വരെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പെൺപിള്ളേരുണ്ട്. പഠിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിനെ ഒരു ഉദാഹരണം നമ്മൾ തുമ്പുറുമുഴി, എൻ്റെ വീടിൻ്റെ അയലൊക്കെ നമ്മളവിടെ ഇടദിവസങ്ങളിലൊക്കെ ചെല്ലണം. നമ്മൾ നടന്ന് കൂളായിട്ട് നടന്നു പോയി കഴിയുമ്പോൾ കുട്ടിക്കാട്ടിൽ നിന്ന് പിള്ളേർ പാൻറ് വലിച്ച് കയറ്റിട്ടാണ് കയറി വരുന്നത്. ചെറിയ പിള്ളേരാ, 10ാം ക്ലാസ്സാണോ +1 ആണോ എന്ന് പോലും നമുക്കറിയത്തില്ല. അമ്മ അതിൽ ചെറിയ പിള്ളേർ പാൻറ് വലിച്ച് കയറ്റിട്ട് കയറി വരുന്നത് കാണാം. ഇപ്പം ഞാൻ ഇപ്പം ഒരു ഇത് പറയുവാണ്, എൻ്റെ ലൈവിലിരിക്കുമ്പോൾ എൻ്റെ ചില പേരൻസ് വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ടേ, നിങ്ങളുടെ ലൈവ് കണ്ട് പിള്ളേർ വഴി തിരച്ചു പോകാമെന്ന് പറഞ്ഞിട്ട്. അതിനുള്ള കാരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? വീട്ടിലെ പാരൻസ് അല്ലേ? ഇപ്പൊ കുറ്റം മൊത്തം പാരന്റ്സിന്റെ തലയിലായോ? നിങ്ങളൊരു പുണ്യാളെത്തിയോ അല്ലേ? ഞാൻ മാറും കച്ചയും കാണിച്ച ആളുകളെ വശീകരിക്കും. ഞാൻ ദിവസം രാത്രി 10 മണിക്ക് ശേഷം മെമ്പർഷിപ്പ് ലൈവ് പോകും. അത് ഇവിടുത്തെ മക്കൾ ആരും കാണാണ്ട് സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ പാരന്റ്സിന്റെ കടമയാണ്. അതുകൊണ്ട് എന്നെ ആരും കുറ്റം പറഞ്ഞു വരാൻ നിൽക്കണ്ട എന്നതാണ് ചേച്ചിന്റെ ലൈഫ്. വല്ലാത്തൊരു നിലപാടിനാണ് കേട്ടോ ചേച്ചിക്ക്. ചേച്ചിയെ ഈ ഉപദേശവും മൂമ്പിക്കൽ ഒരുമിച്ച് കണ്ട കേട്ടോ, കഷ്ടം. ബാക്കി പറഞ്ഞാലും പിള്ളേരോട് രാത്രി 10 മണിക്ക് ശേഷം പിള്ളേർ കിടന്നുറങ്ങുമ്പോൾ ഫോൺ മേടിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കാം, അല്ലെ നമ്മൾ കിടക്കുന്ന നമ്മുടെ ബെഡ്റൂമിൽ വെച്ചേക്കാം. എന്തിനാണ് പിന്നെ അവർക്ക് ഫോൺ കൊടുക്കാൻ പോകുന്നത്? രാത്രി ഇവർ എന്തൊക്കെ കയറി കാണുന്നത്, XVD ആണ് കയറി കാണുന്നത്, ഏത് പോൺ സൈറ്റിൽ കയറി കാണുന്നത് നമുക്കറിയാൻ പറ്റുമോ? അതുപോലെയാണ് പെൺപിള്ളേരുടെ കാര്യം. പെൺപിള്ളേർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേറെ പുറത്തുനിന്ന് ഒരു ആണോ വന്ന് സംസാരിക്കുമ്പോൾ ഇതുങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങ് ചായും. ഒരുപാട് പെൺപിള്ളേർ ഇപ്പം ഈ കൊച്ചി തന്നെ ഒരുപാട് പെൺപിള്ളേർ വെറുതെ അങ്ങ് നടക്കുക. കല്ലൂർ സ്റ്റേഡിയത്തിലൊക്കെ പോയാലേ ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് വരുമ്പോൾ എനിക്ക് ഏതൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം? എൻ്റെ കയ്യിലെ മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. കണ്ണ് തള്ളിപ്പോങ്കിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. അതെ, അങ്ങനെ കണ്ണ് തള്ളി പോകുന്ന ഒരു സാധനം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് പെമ്പിള്ളേർ വായി പേച്ച് പോകുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്. എന്തായാലും കൊള്ളാൻ ചേച്ചി. ചേച്ചിയുടെ നിലപാടും പ്രവൃത്തിയും തമ്മിൽ നല്ല യോജിപ്പുണ്ട് കേട്ടോ. കൊള്ളാം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്നിട്ട് ഞാൻ അതൊന്നല്ലല്ലോ ഇട്ടോണ്ട് വന്നേ. ഞാൻ ഇതുവരെ പബ്ലിക്കായിട്ട് എന്നെ ഏതെങ്കിലും ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടോ? മോശമായ കണ്ടിട്ടുണ്ടോ? നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് പോയാൽ
ആരും ഒന്നും പറയാൻ നിൽക്കത്തില്ല. അതെ, നമ്മൾ പബ്ലിക്കിൽ വളരെ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോകണം. പക്ഷെ സോഷ്യൽ മീഡിയ പോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് തോന്നിയ പോലെ കക്ഷവും മാറും കാണിച്ച് അഴിഞ്ഞാടാം. അതിൽ യാതൊരു കുഴപ്പമില്ല അല്ലേ ചേച്ചി? ഇതൊക്കെ എന്ത് തരം നിലപാടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലേ ചേച്ചി? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മാറിടവും കക്ഷവും കാണിക്കുന്നതും അതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം കാണിച്ചു വരുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്ക് അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. രണ്ടാണെങ്കിലും നാട്ടുകാരെ കാണിക്കുന്ന പരിപാടിയിൽ ഈ ചെയ്യുന്നത്. ഞാനൊരിക്കലും സദാചാരം പറയില്ല കേട്ടോ. ചേച്ചിയുടെ നിലപാടുകൾ തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. സാരി അല്ലെങ്കിൽ മറ്റേ സ്ലീവ്ലെസ് കക്ഷം കാണിക്കാറുണ്ട്. കക്ഷം പിന്നെ എന്റെ വീക്ക്നെസ് ആണ്. ലൈവിലായാലും കക്ഷയില്ലാണ്ട് നിമിഷ ബിജോ ഇല്ല. എന്റെ കഷത്തിന് ഭയങ്കര ഫാനാ. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഈ കഷത്തിലേക്ക് ഇത്ര ഫാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോൾ തന്നെ എന്റെ മോളെ കഷം കാണലേ മൂടാവുന്നേ എന്ന് പറഞ്ഞുള്ള കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കഷത്തിന് ഇത്ര ഡിമാൻഡോ. സ്വന്തം കക്ഷത്തിന് ആലോചിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു സ്ത്രീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉള്ളത് പറയാലോ നിമിഷ ചേച്ചി, നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇവന് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ പോലും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സ്വന്തം ശരീരത്തെ കുറിച്ച് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ നിമിഷ വിജയെ സംബന്ധിച്ചിടത്തോളം റയർ പീസാണ് കേട്ടോ. ഇങ്ങനെ ലക്ഷത്തിലൊന്നേ കാണത്തുള്ളൂ. ബാക്കി പറഞ്ഞാലും എന്താണ് ഈ കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം? കഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ അതുവരെ, ഞാനിടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ ക്യൂവാ. എന്താ ചെയ്യാ? ഒരു കോടീശ്വരിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ എനിക്കതൊക്കെ വേണമെങ്കിൽ വിറ്റ് കാശാക്കാം. പിന്നെ ഞാൻ പാവപ്പെട്ട ആൾക്കാരൊക്കെ ജീവിച്ചു പോട്ട്. ഏതാണോ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവന്മാരൊക്കെ അവന്മാരൊക്കെയാണല്ലോ മുന്നിൽ കിട്ടുകയാണെങ്കിൽ അടിച്ച് നിരപ്പാക്കണം. എന്തായാലേ എന്തൊക്കെ തരം ലൈംഗിക വൈകൃതങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു പെണ്ണിന് ഇന്നർവെയർ തൊട്ട് മൂത്രം വരെ ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം. അതും ഇവളെ പോലുള്ള ഒരുത്തിന്റെ കഷ്ടം എന്നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ. ബാക്കി പറഞ്ഞാലും ഓക്കെ. അപ്പൊ ഈ ബിജു ചേട്ടൻ തന്നെയാണ് ഈ ലൈവ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ലൈവില് വളരെ മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്നതാണ്. ഇപ്പൊ ഹൈ ഹീൽസ് എടുത്തിട്ട് ചവിട്ടി പൊട്ടിക്കുക, ഇടിക്കുക, പിന്നെ യൂറിൻ തരാമോ എന്ന് ചോദിക്കുക. പൈസ ജിപേ നമ്പർ പൈസ അയച്ചു തരാം, എനിക്ക് നിങ്ങളുടെ യൂറിൻ വേണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള യൂറിൻ വേണം. എന്തിനാ? അതെനിക്കറിയാൻ പാടില്ല. എച്ചാതി ടീം ഇഷ്ടാ. എന്തായാലും കൊള്ളാം. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളിടത്തോളം കാലം, ഇമാതിരി ലൈംഗിക വൈകൃതമുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം ഇവളൊക്കെ നന്നായി വളർന്നുകൊണ്ടേയിരിക്കും. ഇവരൊക്കെ മുതലാക്കിയാണ് ഈ നിമിഷ വിജയനെ പോലെ അതുപോലെ തന്നെ പർപ്പിളിനെ പോലുള്ള ആൾക്കാരൊക്കെ വളർന്നു വരുന്നത്. എന്നിട്ട് ഒരുമാതിരി ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഊമ്പിക്കുന്ന വർത്താനം. എന്താ ഇതിനൊക്കെ പറയാല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. കുറച്ചു കാലം മുന്നേ വരെയൊന്നും ഇത്ര വൾഗറല്ലായിരുന്നു സോഷ്യൽ മീഡിയ. പക്ഷെ ഇപ്പൊ വന്ന് സോഷ്യൽ മീഡിയ വല്ലാണ്ട് വൾഗറായി തുടങ്ങി എന്നുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് എന്റെ വീഡിയോ കാണുന്ന പാരന്റ്സിനോടാണ്. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സോഷ്യൽ മീഡിയ നന്നായി മോണിറ്റർ ചെയ്യണം. അവർ മൊബൈൽ ഫോണിൽ ചെയ്യുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇല്ലെങ്കിൽ അവർക്ക് ചെന്ന് പെടുന്നത് ഇവളെ പോലെയൊക്കെയുള്ള ആളുകളുടെ ലൈവിലായിരിക്കും. ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരുമെന്ന് നിങ്ങൾ കരുതണ്ട. അതുകൊണ്ടൊന്നും നമ്മുടെ മക്കളൊന്നും ഇവരുടെ ലൈവ് കാണാതിരിക്കാൻ ഇടവരട്ടെ, അല്ലെങ്കിൽ അതിൽ പെട്ടു പോകാതിരിക്കാൻ ഇടവരട്ടെ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.